അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും അതിന് കൃത്യമായി നന്ദി ചെയ്യണമെന്ന് അറിയുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കാതുകളും നമ്മുടെ കണ്ണുകളും നാവുകളും തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ കേൾവിയെ തൊട്ട് കാഴ്ചയെ തൊട്ട് നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചെവിയെക്കുറിച്ച്, നാം കേൾക്കുന്ന കേൾവിയെക്കുറിച്ച് നാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരദൂഷണം പോലെ, നമീമത്ത് പോലെ, പരിഹാസങ്ങൾ പോലെ എന്തെല്ലാം വേണ്ടാവൃത്തികൾ നമ്മുടെ കാതുകൾ കൊണ്ട് നാം കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഗൗരവമേറിയ മറ്റൊരു വിഷയമാണ് സംഗീതം എന്നുള്ളത്. എത്ര മുസ്ലിമീങ്ങളാണ്, എത്ര സഹോദരന്മാരാണ് സംഗീതത്തെ അത്രമേൽ ഗൗരവത്തോടെ കണ്ടിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീഥി ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസ്വ ഉലൈക ലഹും അദാബും മുഹീൻ എന്ന് പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണുവാൻ സാധിക്കും. അവിടെ പറഞ്ഞ ലഹുൽ ഹദീസ് എന്നതുകൊണ്ട് അൽ ഗിന അത് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കാണ്, സംഗീതമാണ്. വല്ലാഹില്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന അദ്ദേഹം 3 തവണ അള്ളാഹുവാണ് സത്യം, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അത് മ്യൂസിക്കാണെന്ന്, അത് സംഗീതമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാബിർ, ഇക്രിമ, സഈദ് ഇബ്നു ജുബൈർ, മുജാഹിദ്, വമക്ഹൂൽ, വഅംർ ഇബ്നു ശുഐബ് തുടങ്ങി ധാരാളം താബീകളും സ്വഹാബികളുമായവരൊക്കെ ഇതേ അഭിപ്രായമാണ് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുക. മഹാനായ ഹസനുൽ ബസ്രി റഹിമുള്ളയും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഫിൽ ഗിനാഇ വൽ മസാമീർ, അത് സംഗീതത്തിലും സംഗീതോപകരണങ്ങളിലും ഇറങ്ങിയ വചനമാണ്. സൂറത്തു ഫുർഖാനിൽ 72-ാമത്തെ ആയത്ത് വല്ലദീന ലാ യശ്ഹദൂന അസ്സുറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമുള്ള പറയുന്നത് കാണാം. ഹുവൽ ലഹ്വു വൽ ഗിന, അത് സംഗീതവും അതുപോലെ തന്നെ വിനോദവുമാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ഇബ്നു കസീർ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ഇന്ന് ആരുടെ കാതുകളിലാണ് സംഗീതങ്ങൾ മുഴങ്ങാത്തത്? എവിടെയാണ് സംഗീതത്തിൻ്റെ ശബ്ദങ്ങൾ നാം കേൾക്കാത്തത്? വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സ്ഥാപനങ്ങളിലും മറ്റു വ്യത്യസ്തമായ ഇടങ്ങളിൽ, വാഹനങ്ങളിൽ, നാം നടന്നു പോകുന്ന വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ കാതുകളിൽ സംഗീതം മുഴങ്ങുകയാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ. ചില ആളുകൾ, ചില മുസ്ലിമീങ്ങൾ ആ സംഗീതം കേൾക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നത് വരെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. എൻ്റെ ഉമ്മത്തിൽ നിന്നും ഹിറയെ, വ്യഭിചാരത്തെ, പട്ടിനെ, അതുപോലെ തന്നെ കള്ളിനെ, വാദ്യോപകരണങ്ങളെ ഹലാലാക്കുന്നൊരു സമൂഹം വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അനുവദനീയമാക്കും എന്നതിൻ്റെ അർത്ഥം അത് ഹറാമാണ് എന്നതാണല്ലോ. മാത്രമല്ല, പട്ടുപോലുള്ള, വ്യഭിചാരം പോലുള്ള, കള്ളുകുടി പോലുള്ള മഹാപാതകമായ തിന്മകളുടെ കൂടെയാണ് ഈ വാദ്യോപകരണങ്ങളെ എണ്ണിയത് എന്നതും അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ലയശ്റബന്ന നാസു മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മുനഹ ബിഗൈരി ഇസ്മിഹ. കള്ളിനെ കള്ളല്ലാത്ത മറ്റു പേര് വിളിച്ച് കുടിക്കുന്നൊരു സമൂഹം എൻ്റെ സമുദായത്തിൽ വരും. അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളെ തലക്കുമേതെ ഉപയോഗിക്കുന്ന, ആസ്വദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ സമൂഹത്തിൽ വരും. അവർ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടും, കുരങ്ങുകളും പന്നികളുമായി രൂപമാറ്റം വരുത്തുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മറ്റു വ്യത്യസ്തമായ ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗിനാഇനെ, സംഗീതത്തെ നിഷേധിക്കുന്ന, ഹറാമാക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് താഴ്ത്തുകയും രൂപമാറ്റം വരുത്തുകയും കല്ലുവർഷം പോലുള്ള ശിക്ഷകൾ വമിക്കുകയും ചെയ്യുമെന്ന് റസൂൽ പറഞ്ഞത് ആരെമേലാണ്? ഇദാ ദഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു വശുരിബത്തിൽ ഖംർ. കള്ളുകുടിയും വാദ്യോപകരണങ്ങളും നർത്തകിമാരും പ്രകടമാകുന്നിടത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, സഹോദരന്മാരെ, നാം ചെയ്യേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സംഗീതം കേൾക്കുമ്പോൾ ചെവിയിൽ വിരലമർത്തിക്കൊണ്ട് എൻ്റെ റസൂൽ ഇപ്രകാരം കാണിച്ചിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, സംഗീതം എന്ന പിശാചിൻ്റെ സ്വരമായി, പിശാചിൻ്റെ ശബ്ദമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയ ആ തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക,
കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.